ഇസ്രായേൽ ഔദ്യോഗികമായി തന്നെ തിരിച്ചടി പ്രഖ്യാപിച്ചിരിക്കുന്നു. ഇറാന് തിരിച്ചടിക്കും എന്ന് തന്നെ അവർ പ്രഖ്യാപിച്ചു കഴിഞ്ഞിരിക്കുന്നു. അവരുടെ സൈനിക മേധാവി ഹെൻസി ഹലേവിയാണ് വാർ ക്യാബിനറ്റിന് ശേഷം ഇത്തരം ഒരു പ്രഖ്യാപനം നടത്തിയിരിക്കുന്നത്. പക്ഷേ ഏത് രീതിയിലായിരിക്കും പ്രത്യാക്രമണം എന്നുള്ള കാര്യത്തിൽ ഒരു വ്യക്തത ലോകരാജ്യങ്ങൾക്കില്ല. കാരണം അമേരിക്ക പറഞ്ഞു കഴിഞ്ഞിരിക്കുന്നു ഇസ്രായേൽ പ്രത്യക്ഷമായി തന്നെ യുദ്ധത്തിന് ഇറങ്ങിപ്പുറപ്പെടുകയാണെങ്കിൽ തങ്ങൾ പിന്തുണ നൽകില്ല എന്ന്. അതുകൊണ്ട് തന്നെ മറ്റ് മാർഗങ്ങളിലൂടെ ആയിരിക്കും ഒരുപക്ഷെ ഇറാന് തിരിച്ചടി നൽകുക. അതുകൊണ്ട് തന്നെ ഇറാൻ ഇപ്പോൾ അവരുടെ ആണവ നിലയങ്ങളെല്ലാം തന്നെ താൽക്കാലികമായി അടച്ചിട്ടിരിക്കുന്നു. ഇറാൻ, സിറിയ, ഇറാഖ്, ലെബനൻ തുടങ്ങിയ ഇടങ്ങളിലെല്ലാം ഇറാന് സൈനിക താവളങ്ങളുണ്ട്. ഈ താവളങ്ങളിലേക്കായിരിക്കാം ഒരുപക്ഷെ ഇസ്രായേൽ പ്രത്യാക്രമണം നടത്തുന്നത് എന്ന ഒരു സൂചനയുടെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ലോകരാജ്യങ്ങൾ, അതായത് നേരിട്ട് ഒരു അറ്റാക്ക് അല്ലാതെ ഇത്തരത്തിലൊരു അറ്റാക്ക് ഉണ്ടാകും. അങ്ങനെ ഒരു തിരിച്ചടി ഉണ്ടായാൽ സ്വാഭാവികമായും ഇറാൻ പ്രതികരിക്കുമെന്ന് ഇറാനും വ്യക്തമാക്കി. ഇതിൻ്റെ ഭാഗമായി ഇറാൻ്റെ വ്യോമസേനയെ സജ്ജമാക്കി നിർത്തിയിരിക്കുന്നു. തിരിച്ചടി വ്യോമസേന വഴി നൽകും എന്നുള്ള ഒരു സൂചനയാണ് ഇറാൻ നൽകിയിരിക്കുന്നത്. ഏതായാലും പശ്ചിമേഷ്യ സംഘർഷം ഒഴിയുന്നില്ല. ഇറാനും ഇസ്രായേലും തമ്മിലുള്ള പോരാട്ടം വരും ദിവസങ്ങളിലും ഉണ്ടാകും. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.